ഈ പൂക്കാലമായ വിശുദ്ധ റമളാൻ സ്പെഷ്യൽ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. നാം വിശുദ്ധ റമളാനിലേക്ക് പ്രവേശിച്ചു. മറ്റു മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പള്ളികളിലേക്ക് നോക്കിയാൽ പള്ളികൾ ആളുകളാൽ സജീവമാണ്. നിസ്കരിക്കാനും സക്കാത്ത് നൽകാനും ആളുകൾ മത്സരിക്കുന്നു. എന്താണ് ഇതിന്റെ ഒരു താല്പര്യം? തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് താങ്കൾ പറഞ്ഞത്. ഹദീസിൽ കാണാം, റമളാൻ കടന്നു വരുമ്പോൾ സ്വർഗത്തിന്റെ വാതിലുകൾ ഓപ്പൺ ചെയ്യുകയും നരകത്തിന്റെ ഗേറ്റുകൾ ക്ലോസ് ചെയ്യുകയും ചെയ്യും. സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഗേറ്റുകൾ ഓപ്പൺ ക്ലോസ് ചെയ്യും എന്ത് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ? യെസ്, സ്വർഗത്തിന്റെ ഗേറ്റ് ഓപ്പൺ ചെയ്യുമെന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ധാരാളം അമലുകൾ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് നൽകും. നിസ്കരിക്കുന്നു, നോമ്പ് നോക്കുന്നു, നോമ്പ് തുറക്കുന്നു, സ്വതക്ക ചെയ്യുന്നു, വിശപ്പും ദാഹവും അറിയുന്നു, സഹജീവികളോട് സ്നേഹമുണ്ടാകുന്നു. ഓക്കെ, അത് ക്ലിയർ. എന്നാൽ നരകത്തിന്റെ കവാടങ്ങൾ ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞതോ? നോമ്പുള്ളവൻ അവന്റെ നഫ്സിനെ എല്ലാ തെറ്റുകളിൽ നിന്നും സ്വയം കൺട്രോൾ ചെയ്യുന്നു, ഹറാമുകളിൽ വരാതെ മാറി നിൽക്കുന്നു. അങ്ങനെ അവർ നരകത്തിൽ നിന്നും വിദൂരത്താകുന്നു. അൽഹംദുലില്ലാഹ്. വേറെ എന്തൊക്കെ പ്രത്യേകതകളാണ് ആളുകൾക്ക് കൂടുതൽ അമൽ ചെയ്യാൻ റമളാൻ മാസം പ്രേരിപ്പിക്കുന്നത്? ഒരു ഫർള് ചെയ്താൽ 70 ഫർളിന്റെയും, ഒരു സുന്നത്ത് ചെയ്താൽ ഒരു ഫർളിന്റെയുമാണ് പ്രതിഫലം ഉണ്ടാകുന്നത്. സുബ്ഹാനല്ലാഹ്. വെറുതെയല്ല റമളാൻ മാസം ആളുകൾ ഇബാദത്തിൽ സജീവമാകുന്നത്. പരമാവധി അമലുകൾ ചെയ്യാൻ ഈ മാസം മുതലെടുക്കാൻ നാഥൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.